ഇപ്പോൾ കച്ചവടമായാലും ശരി, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങാനായാലും ശരി, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒക്കെ കറക്റ്റായിട്ട് പോകും. പക്ഷേ ആ സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വരുമ്പം നമുക്ക് എവിടെ നിന്നില്ലാത്ത തടസ്സങ്ങൾ വരിക, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ കിട്ടാനുള്ള പൈസ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വഴി കണ്ടെത്തി അല്ലെങ്കിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊന്നും ശരിയാവാതെ വരിക, അതുവരെ നല്ല ഇതിൽ നമ്മളോട് പെരുമാറിയ ആളുകൾ പെട്ടെന്ന് മോശമായിട്ട് പെരുമാറുക, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് നമുക്ക് ആ സോഴ്സ് ഇല്ലാതാവും. അതായത് ആ സാമ്പത്തികമായിട്ടുള്ള കാര്യം, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നടക്കാനുള്ളൊരു സാമ്പത്തികം ഉണ്ടല്ലോ, അതിലേക്ക് എത്താതിരിക്കുന്നൊരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ ഒരു പൈസ എവിടേക്കെങ്കിലും മാറ്റി വെച്ച് ഈ പ്രവൃത്തിയിലേക്ക് മാറ്റി വെച്ചാൽ അത് പെട്ടെന്ന് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്ന് പോവുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും കുടുംബത്തിൽ അസുഖങ്ങൾ ഉണ്ടായിട്ട് അത് ചിലവായി പോവുക, ഇനി നമുക്ക് തന്നെ എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ട് അത് ചിലവാകുക. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അത് നമ്മൾ വിചാരിച്ച ആ സോഴ്സിൽ നിന്ന് നടക്കാതിരിക്കുക. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വിറ്റിട്ടാണ്, ഇപ്പോൾ നമ്മുടെ അടുത്തൊരു സ്ഥലമുണ്ട്, അത് വിറ്റിട്ടാണ് നമ്മളൊരു പരിപാടിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മളത് വിറ്റ് ഡേറ്റൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ പൈസ എത്താതിരിക്കുക, അല്ലെങ്കിൽ ആ കച്ചവടം മുടങ്ങിപ്പോവുക. ഇങ്ങനെ പലതരം തടസ്സങ്ങൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടി തുടങ്ങാൻ പോകുമ്പോൾ പലരും അഭിമുഖീകരിക്കുന്ന. അപ്പം ഇങ്ങനെയുള്ള തടസ്സങ്ങൾ എങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ നമുക്കെല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി, അത് നമുക്ക് കൂടുതൽ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം കൂടുതലായിട്ട് ചെല്ലാനുള്ള ശ്രമം നടത്തുക. അതേപോലെ അല്ലാഹുമ്മ ഇക്ഫിനി ബി ഹലാലിക അൻ അറാമിക വ അഗ്നിനി ബി ഫളിക അമ്മൻ സിവാക്ക്. ഈ ദിക്ർ നമ്മൾ 11 വട്ടോ 21 വട്ടോ സ്ഥിരമായിട്ട് ഇപ്പം ഇങ്ങനെയുള്ള പ്രവൃത്തികൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് തടസ്സം വരാതിരിക്കാൻ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് കാര്യങ്ങൾ വരാതിരിക്കുമ്പം നമുക്ക് ചെയ്യാം. ഇനി ഇതേപോലത്തെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന നമ്മൾ സ്വഭാവങ്ങൾ എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറുക, കുടുംബ ബന്ധങ്ങളൊക്കെ പുലർത്താനുള്ള ശ്രമങ്ങൾ നടത്തുക, അതേപോലെ തന്നെ സ്വതക്ക ചെയ്യാനുള്ള ശ്രമം നടത്തുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക.